ബ്രൂവറി വിഷയം സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം മദ്യനയം എങ്ങനെ മാറിയെന്നും കേരളത്തിലെ ജനങ്ങളെ കുടിച്ചു നശിപ്പിക്കാനുള്ള വഴിവെട്ടുന്നുവെന്നും തിരുവഞ്ചൂര് വിമർശിച്ചു. ഡിസ്റ്റിലറിയും ബ്രൂവറിയും അനുവദിച്ച് കേരളത്തെ തകർക്കുകയാണെന്നും തിരുവഞ്ചൂർ കുറ്റപ്പെടുത്തി. വി അരുൺ ചേരുന്നു. ബ്രൂവറിയിൽ കൂടുതൽ അരുണിലേക്ക് വരാം. ബ്രൂവറിയിൽ വലിയ വിമർശനങ്ങൾ ഒയാസിസ് കമ്പനിയുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അരുൺ, ജലചൂഷണം ഒരു വശത്ത്, കമ്പനിക്ക് ടെൻഡർ വിളിക്കാതെ അനുമതി കൊടുത്തത്, വളരെ പെട്ടെന്ന് അനുമതിയിലേക്ക് കടന്നത്, പ്രത്യേകിച്ച് CPI പോലും അതിർത്തി രേഖപ്പെടുത്തി എന്ന് വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ എത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു വിമർശനങ്ങളിലേക്ക് പ്രതിപക്ഷം കടക്കുന്നു? വരും ദിവസങ്ങളിലും ഇത് ശക്തമാക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നുണ്ടോ? അപർണ, ബ്രൂവറി വിവാദം അഴിമതി ആരോപണമായി സഭയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷ ആലോചന നടത്തിയത്. അത് ഒരുപക്ഷെ നാളെ എഴുതി നൽകി അഴിമതി ആരോപണം മന്ത്രി എക്സൈസ് മന്ത്രി MP രാജേഷ് എഴുതി നൽകി കൊണ്ടുവരാൻ പ്രതിപക്ഷം ആലോചിച്ചിരുന്നു. പക്ഷേ ഇത് അതിനു മുമ്പ് തന്നെ നയപ്രഖ്യാപനത്തിന്റെ നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന അംഗമാണ് ഈ വിഷയം സഭയിൽ ഇന്ന് ഉന്നയിച്ചത്. മദ്യവർജനം എന്നതാണ് ഇടതുമുന്നണിയുടെ നയം. പ്രകടന പത്രികയിൽ പറയുന്ന അതാണ്. അതിന് ഘടകവിരുദ്ധമാണ് ഇപ്പോഴത്തെ സമീപനം. ബ്രൂവറി അനുമതി അഴിമതി എന്ന് തിരുവഞ്ചൂർ ആരോപിച്ചു. എങ്ങനെയാണ് ഇത്തരം ഒരു നയമാറ്റം ഉണ്ടായത്? ആ ഉത്തരവ് വായിക്കുമ്പോൾ, നികുതി വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് വായിക്കുമ്പോൾ ഒയാസിസ് കമ്പനിയുടെ മാനേജറാണോ ഈ വരികൾ എഴുതി നൽകിയതെന്ന് തോന്നുന്നത്. മിക്കവാറും അതിലെ ആ ഉത്തരവിലെ വാചകങ്ങൾ അങ്ങനെയാണ് ഉള്ളതെന്ന് തിരുവഞ്ചൂർ പരിഹസിച്ചു. ഇടത് സർക്കാരിന്റെ നയത്തിൽ വലിയ മാറ്റമാണ് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായതെന്ന് തിരുവഞ്ചൂർ ചോദിക്കുന്നു. 99-ലാണ് ബ്രൂവറി ഡിസ്റ്റിലറി പോലുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിന് വേണ്ട എന്ന് അന്നത്തെ ഇടത് സർക്കാർ തീരുമാനിച്ചത്. കേരളത്തിലെ ജനങ്ങളെ കുടിച്ച് നശിപ്പിക്കാനുള്ള വഴിയാണോ ഈ സർക്കാർ വെട്ടുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചു. ഈ കേരളത്തെ നിങ്ങൾ എങ്ങോട്ടാണ് നയിക്കുന്നത് ചോദിച്ചുകൊണ്ടാണ് ബ്രൂവറി വിഷയം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തെ മുതിർന്ന നേതാവ് തന്നെ കൊണ്ടുവന്നത്. ഇതൊരു അഴിമതി ആരോപണമായി ചട്ടപ്രകാരം എഴുതി നൽകി ഉന്നയിക്കാനായിരുന്നു നേരത്തെ UDFന്റെ നിയമസഭാ കക്ഷി യോഗം തീരുമാനിച്ചത്. പക്ഷേ അതിന് വിരുദ്ധമായി ഇന്ന് തന്നെ ഈ നന്ദിപ്രമേയ ചർച്ചയുടെ പ്രസംഗത്തിൽ നന്ദിപ്രമേയത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിൽ ഉന്നയിക്കുകയായിരുന്നു. മറുപടി ഇന്ന് ഉണ്ടാകില്ല സർക്കാരിന്റെ, കാരണം നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പിന്നീടാകും, 3 ദിവസത്തിന് ശേഷം ചർച്ചയുടെ അവസാനമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുക. അതിനു മുമ്പ് ഒരുപക്ഷെ ഈ അഴിമതി ആരോപണം എഴുതി നൽകി ഉന്നയിച്ചാൽ അതിന് എക്സൈസ് മന്ത്രിയും സഭയിൽ മറുപടി നൽകും. ഒരുപക്ഷെ നാളെ തന്നെ ഈ ബ്രൂവറി അനുവദിക്കാനുള്ള നീക്കത്തിൽ അഴിമതി ഉണ്ടെന്ന ആരോപണം പ്രതിപക്ഷം സഭയിൽ ഔദ്യോഗികമായി ഉന്നയിക്കും. അഴിമതി ആരോപണമായി തന്നെ ഉന്നയിക്കും. റൈറ്റ്, വിവരങ്ങൾ നൽകുമ്പോൾ കേരളത്തെ കുടിച്ച് നശിപ്പിക്കാനുള്ള വഴിവെട്ടുകയാണെന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകളിലേക്ക്. സർ, എത്രയോ വർഷക്കാലമായിട്ട് ബ്രൂവറി അനുവദിക്കരുത് എന്ന് തീരുമാനത്തിൽ ഗവൺമെന്റുകൾ പിടിച്ചു നിന്നത് നിങ്ങളുടെ പ്രകടന പത്രികയാണിത്. ആ പ്രകടന പത്രികയ്ക്കകത്ത് 552-ാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കണം. മദ്യം കേരളത്തിൽ ഗുരുതരമായ സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും എടുക്കുന്നത്. അതല്ല ഇപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത്. എവിടെ പോയി നിങ്ങളുടെ നയം? നിങ്ങൾ എവിടെ ഇതിൽ നിന്ന് എന്താ ഒളിച്ചോടാൻ കാരണം? പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല. പ്ലാച്ചിമടയിൽ നിന്നും കോള കമ്പനിയെ കെട്ടുകെട്ടിച്ചവരാണ് ജലചൂഷണത്തിന് അവസരം നൽകുന്ന പുതിയ പദ്ധതിക്ക് അനുകൂലമായി നിൽക്കുന്നത്. ഭൂമി കച്ചവടം ആർക്കും നടത്താമെന്നും അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഇത് പിൻവലിക്കുന്ന സമരം വരുന്നത് വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ബ്രൂവറി ഡിസ്റ്റിലറി ആരംഭിക്കാൻ ഉള്ള ഗവൺമെന്റിന്റെ നീക്കം വൻ അഴിമതിയാണ്. പാലക്കാട്ടെ ജനങ്ങൾ അനുഭവിക്കുന്ന രൂക്ഷമായ ജലക്ഷാമം അത് കണ്ടുകൊണ്ടെങ്കിലും ഗവൺമെന്റ് കണ്ണു തുറക്കണം. ഇത് പിൻവലിക്കണം.